ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയേ ഒരുപാട് മീനുകളുണ്ടായിരുന്നു ഇന്നവിടെ. ഉണ്ടായിരുന്നതെല്ലാം നല്ല ഫ്രഷ് മീനുകളായിരുന്നു കേട്ടോ. നോക്കിയേ ഞണ്ടുണ്ടായിരുന്നു, ശീലാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോരയുണ്ടായിരുന്നു. പിന്നെ നല്ല ചാളയായാലും കാരലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാച്ചനാണെങ്കിൽ അവിടെ ചെന്ന് ആ കാരൽ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു കേട്ടോ, ഇന്ന് നമുക്ക് കുറച്ച് കാരൽ വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാരലും വാങ്ങിച്ചു, അതുപോലെ തന്നെ കുറച്ച് അയലയും വാങ്ങിച്ചു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കാരലെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇത് അന്നേരം തന്നെ അങ്ങ് വൃത്തിയാക്കി വെക്കാമെന്ന്. കട്ട് ചെയ്ത് കറി വെക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ നന്നാക്കി അങ്ങ് വെക്കാമെന്ന്. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ നല്ല പച്ച മീനാണെന്നുള്ളത്. അതുപോലെ തന്നെ അയല വൃത്തിയാക്കാനും വലിയ പാടൊന്നുമില്ല. അധികം ചെതമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അച്ചാച്ചൻ ഈ അയല കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു നമുക്കിതിനെ പൊള്ളിക്കാന്ന് കേട്ടോ. പൊള്ളിക്കലൊന്നും നടക്കൂല കേട്ടോ, അതൊക്കെ പറച്ചിലേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്തായാലും ഇവിടെ അയലയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാരൽ വെട്ടാനായിട്ട് പോവാണ്. അപ്പോൾ ആ കാരലും അധികം പാടൊന്നുമില്ല കേട്ടോ, നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിനും അധികം ചെതമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇന്ന് തന്നെ കറി വെച്ച് വെക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ സമയം ഒരുപാട് ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിന് നിന്നില്ല. വൃത്തിയാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ആകുമ്പോൾ പിന്നെ അതെടുത്ത് കറി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ആ മീനെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.